സർ, പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ വൈകാതെ തന്നെ കൊല്ലപ്പെടും. അസീം മുനീറിനെ കൊല്ലാനുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു. ഇന്ത്യ ആയിരിക്കും മുനീറിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാരണം SCO മീറ്റിൽ പോലും നിരന്തരം ഉയർന്നു വന്ന വിമർശനങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യയാണ് BLA കൊണ്ട് പാകിസ്ഥാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ, ചാവേറ സ്ഫോടനങ്ങൾ ഇതൊക്കെ നടത്തുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ 14 പേരാണ് ഈ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. BNP നടത്തിയ റാലി അവസാനിക്കുമ്പോഴായിരുന്നു ഈ ചാവേർ സ്ഫോടനം ഉണ്ടായത്. നേതാക്കളൊക്കെ തലനാരിഴയ്ക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ BLA ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പാകിസ്ഥാനിന്റെ നേതാക്കളെയാണ്. അതിൽ അസീം മുനീറാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാവാം അസീം മുനീർ വൈകാതെ കൊല്ലപ്പെടുമെന്നും BLAക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നുള്ള തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നത്. ക്വറ്റയിൽ നടന്നിരിക്കുന്ന ഈ ഒരു ചാവേർ സ്ഫോടനവും ഇന്ത്യ ആസൂത്രണം ചെയ്തതാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കേൾക്കുന്ന വാർത്തയിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? യഥാർത്ഥത്തിൽ BLA ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്നത് ഇന്ത്യയാണ്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതല്ല, പാകിസ്ഥാന്റെ ആക്ഷേപമാണ് ഇതിന്റെ പുറകിൽ. അതിനകത്ത് ഇന്ത്യ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. 2014 ശേഷമായി ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന ആർമി 48 തുടങ്ങിയ ഇതിന് ശക്തി പ്രാപിച്ച 2014 ശേഷം. അതുവരെ ക്ഷയിച്ചു കിടക്കുകയായിരുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ മനുഷ്യരെ ഉൾപ്പെടെ അവയവ കച്ചവടത്തിന് വേണ്ടി പോലും പട്ടാളക്കാരെ നിഷ്ഠൂരമായിട്ട് ചൈനയിലേക്ക് കടത്തിയിരിക്കുന്ന വളരെ ഭയാനകമായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറകോട്ട് പഠിച്ചാൽ മനസ്സിലാവും. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ചെറുത്തുനിൽപ്പിന് 48 തയ്യാറാകുന്ന അതിനെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്ത് 2014 ശേഷം പുനർജനിക്കുന്നു, ആയുധങ്ങൾ ഉണ്ടാകുന്നു, സൈനിക ബലം ഉണ്ടാകുന്നു, ആരെയും ചെറുത്ത് നീക്കാനുള്ള സൈനിക ശക്തി ഉണ്ടാകുന്നു ഒക്കെ. അപ്പൊ അതിന്റെ പുറകിലെല്ലാം ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്നത് ഇതിനകത്ത് ലോകത്താർക്കും തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം മുനീറിന്റെ സ്വാധീനം കൊണ്ട് ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമി ഇപ്പൊ ഭീകരവാദ പട്ടികയിൽ അമേരിക്കൻ ട്രംപ് പെടുത്തിയിരിക്കുകയും കൂടെ. ഇതുവരെ ആരും അങ്ങനെ പെടുത്തിയിട്ടില്ല. അവര് ഒരു രാജ്യത്തും പോയി ഒരു ഭീകരവാദി ആയിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ പ്രദേശത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടി പോരാടുന്നു. അല്ലാതെ ആരുടെ ഇടയിൽ അല്ലെങ്കിൽ മതമൂല്യവാദികളുടെ കൂട്ടുള്ള പണിയൊന്നുമില്ല. അപ്പൊ അത് അമേരിക്കയുടെ താല്പര്യമാണ് ആര് ഭീകരനല്ലെന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്നലെയും കൊറ്റയിൽ വലിയൊരു റാലിക്ക് ശേഷം BNPയുടെ റാലിയുടെ സമാപനത്തിനകത്ത് പല നേതാക്കന്മാരും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതാണ്ട് 14ഓളം മരണം, ഉഗ്രസ്ഫോടനമായിരുന്നു. 35ഓളം പേരുടെ പരിക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം 150 ചത്ത 14 വെളിവിടത്തുള്ളൂ. അവിടുന്ന് വാർത്ത വെളി വരണമെങ്കിൽ അവിടുന്ന് വിചാരിക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, ഏത് വാർത്ത എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സുതാര്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യമേ ഉള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞവനെ ഒളിച്ചു താമസിപ്പിച്ചു, വലിയ രഹസ്യമായിട്ട് കൊണ്ട് താമസിപ്പിച്ച ഇവിടുത്തെ ചെറിയ YouTube ചാനൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കുള്ള സുരക്ഷയൊക്കെ ഉള്ളു. അതുകൊണ്ട് അപ്പം ഇതിനകത്ത് മുനീർ ഇപ്പം ചോദിച്ചതുപോലെ കഴിഞ്ഞ ദിവസം SCO മീറ്റിനകത്ത് എല്ലാരും നിന്നു. ഇവരവിടെ ചെന്ന് പലവട്ടം സലാം അടിക്കാൻ നോക്കി. മുനീർ പോയായിരുന്നു, ഈ പറയുന്ന പോലെ പാക് പ്രധാനമന്ത്രി പോയായിരുന്നു. അവിടെ ചെറിയ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ മീറ്റിനകത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ അവര് പറഞ്ഞത് ജാഫർ എസ്പർ തട്ടിയെടുത്തത് ഇന്ത്യയാണ്. അന്നേരം അവർ പറഞ്ഞു ജാഫർ എസ്പർ തട്ടിയെടുത്തത് ഇന്ത്യ അല്ലല്ലോ, ബലൂചിസ്ഥാൻ ആർമിയല്ലേ. പകൽഗാം ഭീകരാക്രമണത്തിന് പകരം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്തെല്ലാം ഇന്ത്യയുടെ പുറകിൽ വെച്ചിട്ട് അവന്മാർ നടത്തുന്ന തോന്നിവാസവും ഭീകരാക്രമണവും അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരരെ സൃഷ്ടിക്കുന്നതിനകത്തും അല്ലെങ്കിൽ ലോകത്ത് വിതരണം ചെയ്യുന്നതിനകത്തും ഒക്കെ കാരണങ്ങൾ ഉണ്ടാക്കുന്നതിന് തിരിച്ചടി എന്നുള്ള രീതിയിൽ ബലൂചിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തെളിവില്ലാതെ നമുക്കെതിരെ പറയുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പം ആ പറച്ചതിനകത്തൊന്നും ആരും ബലം കൊടുത്തില്ല. പിന്നെ ഈ പറയുന്നത് പോലെ അവിടെ ചില സംസാരങ്ങളൊക്കെ നടന്നു, അല്ലെങ്കിൽ ചില എക്സർസൈസ് മുനീർ ഉണ്ടായിരുന്നു. അല്ല, എക്സർസൈസ് എന്ന് പറഞ്ഞാൽ സംസാരമാണ് ഉദ്ദേശിച്ചത്. എക്സർസൈസ് എന്ന് പറഞ്ഞ സംസാരം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. മുനീർ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 10 മിനിറ്റ് അങ്ങാണ്ട് ഈ പറയുന്ന പുടിനുമായിട്ട് സംസാരിച്ച പുടിന്റെ ഇരുത്തേം പഠിത്തിയോ കണ്ടാൽ തന്നെ അറിയാം. ഈ ആണുങ്ങളെ കാണുമ്പോൾ ഇരിക്കുന്ന നീ എന്തായാലും പറയടാന്ന് പറയുന്നത് നമ്മളിങ്ങനെ അവൻ എത്രയൊക്കെ ഉള്ളെന്നുള്ളവർ ഇരിക്കുന്ന ആ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ ഇയാൾ പറയുന്നത്. അപ്പം ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല, അതൊരു ചർച്ചയല്ല, അവനെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാവായിരിക്കും ഇരുത്തി സംസാരിപ്പിച്ചതാണ്. അപ്പൊ ഈ സംസാരം പോലും അമേരിക്കയ്ക്ക് അതിർത്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഒരു അവസരം കിട്ടിയപ്പോൾ പുടിനുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ബന്ധം കൂടാനും പാകിസ്ഥാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ ആശങ്കയുണ്ട്. അവസരം കിട്ടിയപ്പോൾ പുടിനുമായിട്ട് സംസാരിക്കാനും റഷ്യയുമായിട്ട് സംസാരിക്കാനും ഈ പറയുന്ന മുനീറും പ്രസിഡന്റും ഒക്കെ തയ്യാറാകുന്നു. ഒരുപക്ഷെ ഇത് പാകിസ്ഥാനകത്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയായിരിക്കും. ഇപ്പം
ഏതവസരത്തിലും പണ്ട് ഒരു ആവശ്യം വന്നപ്പോൾ, ഒരു അവസരം കിട്ടിയപ്പോൾ, ഒരു അനുവാദം കൊടുത്തപ്പോൾ ഇതിനു മുമ്പ് ഈ പറയുന്ന റഷ്യയിൽ ചെന്നിട്ട് നമുക്കെതിരെ സംസാരിച്ച പറഞ്ഞ അവിടെ നിൽക്കട്ടെ, ഇന്ത്യക്കെതിരെയുള്ള സംസാരം വേണ്ട. ഇപ്പോഴെല്ലാം പറഞ്ഞ വളരെ പുറകോട്ടാണ്. റഷ്യൻ അല്ലെങ്കിൽ പൊടിയും പറഞ്ഞ് ഇന്ത്യക്കെതിരെയുള്ള സംസാരം വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള സംസാരം മതി. അപ്പൊ ഇന്നലെ ഇത് അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിച്ച് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനകത്തൊരു വലിയ അല്ലെങ്കിൽ വലിയൊരു അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മുനീർ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇന്നലെ SCO മീറ്റിനകത്ത് റഷ്യൻ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയും അത്തരത്തിലൊരു ഫോട്ടോയും ഒക്കെ അവിടെ കൊണ്ടുവച്ച് കൊച്ച് വിവരമില്ലാത്ത നാട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വൃഥാവ്യായാമം ആയിരുന്നോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പൊ നാം പറഞ്ഞു വന്നത്, മുനീറിനെ കിട്ടിയാലും ഏത് നേതാക്കന്മാരെ കിട്ടിയാലും അവന്മാർ തട്ടിക്കളയും. കാരണം അവരുടെ രാജ്യത്തിനകത്ത് അവരുടെ രാജ്യമായിട്ട് വിചാരിച്ചാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും കയറിയാലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ചെയ്യുന്നത്, അവനമാരെ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഉള്ളൊരു ഇപ്പം മുനീറല്ല ഈ പറയുന്ന പാക് പ്രധാനമന്ത്രി എന്നാലും ഈ തട്ടിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ BNPയുടെ നേതാക്കന്മാരൊക്കെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം അവിടെ പട്ടാളം വളഞ്ഞോ പോലീസ് വളഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് പട്ടാളം വളയാനും പോലീസ് വളയാനും അവിടുത്തെ പട്ടാള ക്യാമ്പുകൾക്ക് അകത്ത് പട്ടാളക്കാർ BNPയുടെ കൂടെ കൂടുന്നു, പോസ്റ്റുകൾ വിട്ട് പട്ടാളക്കാർ ഓടുന്നു, അല്ലെങ്കിൽ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊക്കെയാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ. നിരന്തരമായിട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. അവരുടെ സ്വാധീനത്തിലല്ലാതെ അവിടുത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം അവിടെ പിന്നെ ഗവൺമെന്റ് സംവിധാനത്തിലും മറ്റു പല സംവിധാനത്തിലും പിരിവുൾപ്പെടെ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ കൂടെ പോകുന്നത്. അതായത് ആ പ്രദേശത്തെ ഭരണം ഈ കൊറ്റയുടെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ മുനീർ രക്ഷപ്പെട്ടത് ഒരുപക്ഷെ ഇന്നലെ മുനീർ അവിടെ ചെല്ലുമെന്നുള്ള കണക്കുകൂട്ടൽ തന്നെ ആയിരിക്കും ഇവരുടെ ആക്രമണം നടന്നതെന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയും വരുന്നത്. മുനീർ രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക് ഇനിയും ഒരവസരം കിട്ടിയാൽ മുനീറിനെ അല്ല ഏത് നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കവും ഒരു പോക്കും അത്തരത്തിലേക്കുള്ള ഒരു സൈനിക നീക്കവും ഒക്കെയാണ് ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അത് തന്നെയാണ് ഇപ്പം ഈ പറയുന്ന പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ രാജ്യത്തിനകത്ത് ഉണ്ടാകുന്ന ആഭ്യന്തര വിഷയങ്ങൾക്ക് മൊത്തവും, അത് തെഹ്‌ലീക്കെ താലിബാന്റെ രൂപത്തിലായാലും സിന്ധു മേഖലയിൽ ഉണ്ടാകുന്ന വിമോചന പോരാളികളുടെ രൂപത്തിലായാലും POKയിൽ ഉണ്ടാകുന്ന വിമോചന പോരാളികളുടെ രൂപത്തിലായാലും ഈ പറയുന്ന ബലൂചിസ്ഥാൻ വിമോചന പോരാളികളുടെ രൂപത്തിലായാലും ഇവരുടെ എല്ലാം കൂടെ കൂട്ടായ്മയും എല്ലാം ഉണ്ടാവുമ്പോഴും അതിന്റെ എല്ലാം പിറകിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞ് ലോകത്തെ ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് ലോകം എത്രത്തോളം കേൾക്കുന്നു എന്നതിനെ പറ്റി നമുക്കറിയത്തില്ല. എന്നാലും അവരെ വെച്ചിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിക്കുന്നതിനകത്ത് ഇപ്പം ഏറ്റവും ആദ്യം നിൽക്കുന്ന അമേരിക്കയാണ്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്ന രാജ്യവും അല്ലെങ്കിൽ അതിനുള്ള തീരുമാനങ്ങളും തയ്യാറെടുപ്പുകളും അല്ലെങ്കിൽ കരുതലുകളും ഒപ്പം വെച്ചുകൊണ്ട് പോകുന്ന ഒരു രാജ്യവും അത് മുമ്പ് എപ്പോഴത്തെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കരുതി പോകുന്ന ഒരു അവസ്ഥയും ഒക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. വീണ്ടും ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ നിരന്തരം ആക്രമിക്കുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആരെ കിട്ടിയാലും തട്ടും. അതിന് ആദ്യത്തെ ആള് ആയിട്ട് നമ്മൾ കരുതേണ്ടത് അല്ലെങ്കിൽ അവർ ലിസ്റ്റ് വെച്ചിട്ടുള്ളത് മുനീർ തന്നെ ആവാനാണ് സാധ്യത. ആ രീതിയിലേക്കാണ് BLA കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. നേതാക്കന്മാരെ BLA ഉന്നം വയ്ക്കുന്നു. അതിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആക്ഷേപിക്കുന്നു. SCO മീറ്റിൽ ഉൾപ്പെടെ ആ വിമർശനം ഉയരുന്നു. പക്ഷേ ബലൂചിസ്ഥാൻ ആർമിക്ക് പിന്നിൽ ഇന്ത്യയാണോ അല്ലയോ എന്നുള്ള തരത്തിൽ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. പക്ഷെ BLA ഇത്തരത്തിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തി നിരന്തരം നേതാക്കന്മാരെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് പാർട്ടിയുടെ പരിപാടികൾക്കിടയിൽ പോലും ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് സാർ കൺക്ലൂഷനിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ ആദ്യത്തെ ഉന്നം അല്ലെങ്കിൽ അവർ ഉന്നം വയ്ക്കുന്ന ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നതും അസീം മുനീർ തന്നെയാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ മുനീറിന് BLA യുടെ ഭീഷണിയുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.